പുതുവർഷേ നമുക്കൊരു വെറൈറ്റി ഡിഷായിട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. ഈ കത്രിക വെച്ച് എന്താ കാന്താരി പറിക്കണമെന്ന് അറിയാമോ? അതിൻ്റെ അടുത്തേ പൂക്കൾ, അതിൻ്റെ പൂവുണ്ടാവും. അപ്പോൾ ആ പൂവും കൂടിയും നമ്മൾ കൈ വെച്ച് പറിക്കുമ്പോൾ അതിൻ്റെ പൂവും കൂടി അതിനകത്ത് വീണ് പോകും. അതുകൊണ്ടാണ് കാന്താരി കത്രിക വെച്ച് പറിക്കുന്നത്. മൂത്തുനിന്ന് നോക്കി പറിക്കണം. കണ്ട, അതിൻ്റെ അടുത്തൊക്കെ നല്ല മുട്ടുണ്ടേ, അപ്പോൾ അതൊക്കെ വിട്ടുപോയില്ലേ. ഇതേ ചെറിയ ടൈപ്പാണെങ്കിലോ ഇവന് എന്താ മുതലെന്നറിയാമോ? ഇതാണ് കാന്താരി. കണ്ട, ചെറുത ടൈപ്പാണെങ്കിലും മറ്റവനെ അപേക്ഷിച്ച് ഭയങ്കര സ്പൈസി അല്ലവൻ. നമുക്ക് ആവശ്യമുള്ള കാന്താരി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വീര്യം കൂട്ടണ്ടേ, കുറച്ച് കുരുമുളക് പറിക്കാന്നേ. ഞാനിപ്പോൾ ഒരു കോഴീനെ തൊലിയോടുകൂടി, കണ്ട, തൊലിയോടുകൂടി ഒരു കോഴീനെ ഗ്രില്ലടിക്കാൻ വേണ്ടി മേടിച്ചു. അതിനെ ഞാൻ വെള്ളത്തിലിടാണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. നമ്മുടെ ചിക്കൻ ഇനി വെള്ളത്തിൽ നിന്ന് എടുക്കാം. 10 മിനിറ്റായി. ഇതിൻ്റെ സ്കിൻ പൊട്ടാത്ത വിധത്തിൽ മുറിക്കണം. ഇതിപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി 8 പീസായിട്ടാണ് മുറിക്കാൻ പോണേ. ഇതിൻ്റെ സ്കിന്നോട് കൂടിയാണ് കേട്ടോ എടുത്തേക്കണേ. സ്കിന്ന് കളയരുത്, സ്കിൻ വേണം. ഇതേ ഇപ്പം നമ്മളെല്ലാം ഒന്ന് മുറിച്ചെടുത്തു, ചിക്കനെ മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇവനെ നമുക്കൊന്ന് പതുക്കെ വരയാം. സ്കിൻ പൊട്ടാത്ത രീതിയിൽ വരഞ്ഞെടുക്കണം. ശരി, എപ്പോഴേ ഗ്രില്ലടിക്കാൻ സമയത്ത് നമ്മൾ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ വാങ്ങിക്കണം. അപ്പോൾ ഈ തീയിൽ നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ ഈ സ്കിന്നൊക്കെ അങ്ങോട്ട് ഉരുകിപ്പോക്കണം. ഇതിൻ്റെ ഉള്ളിൽ അപ്പം നല്ല ജ്യൂസി ആയിട്ട്, ഇതിൻ്റെ ഫ്ലഷൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിടന്നിടും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്യാൻ വയ്ക്കാം. ഒരു 2-3 പ്രാവശ്യം ശരിക്കും ഒന്ന് കഴുകണേ. ഇതിപ്പോൾ ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഈ നേരം നമുക്ക് കാന്താരി ചിക്കനുള്ള മസാല നമുക്ക് റെഡിയാക്കാം. ഇപ്പോൾ ഒരു ചിക്കനാണ് ഞാൻ എടുത്തേക്കണം. അതിനാവശ്യമായ ഏറ്റവും മുമ്പന്തിയിൽ നമ്മുടെ കാന്താരി, ഇവൻ്റെ പേരാണ് മുമ്പന്തിയിൽ നിൽക്കുന്നത്. ആ കാന്താരി നമ്മൾ ഒന്ന് അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് ചെറിയ ജാറിലിടുക. പിന്നെ കുറച്ച് കുരുമുളക് ഇല്ലയെന്ന് എഴുതി നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഇല്ലാത്തവർ ഇടണ്ട. അതനുസരിച്ച് കാന്താരി മുളക് എടുത്താൽ. ഇനി മല്ലിയില ഇടാം, വേപ്പില ഇടാം, കറിവേപ്പില, നല്ല പുതിനയില, മിൻറ്റ് ലീഫ്, പുതിനയില ഇടാം. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ്, ഇത്രയുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത് ഇഞ്ചി ചെറുതാക്കി ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഇതാക്കി ഇഞ്ചി ഇടാം. ഇനിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ. 1 ടീസ്പൂൺ ഉപ്പ്. തൽക്കാലം ഇതിനകത്തേക്ക് ഒരു സ്പൂൺ തൈര് ചേർക്കാം. ഇതൊന്ന് അരയണ്ടേ. ഇനി ഇത് ഇനിയൊന്ന് അരയ്ക്കാം. ശരിക്കും പേസ്റ്റ് ആവണ്ട കേട്ടോ.
ഇനി ഇത് നമുക്ക് തുറക്കാം. ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങാനീര് ചേർക്കണം. നാരങ്ങാനീര് ഞാൻ നേരത്തെ അരയ്ക്കണ സമയത്ത് ചേർക്കാതിരുന്നുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങാനീര് ഇതൊരു സ്റ്റീൽ പാത്രമാണല്ലോ, സ്റ്റീലാണല്ലോ. അപ്പോൾ ഇത് നാരങ്ങാനീര് സ്റ്റീൽ പാത്രമായിട്ട് ചേർന്ന് വരുമ്പോൾ കയ്പ്പ് കൂടും, ഇരട്ടിയാവും. അതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കാതിരുന്നത്. ചേർത്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കണം. ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ലേശം അരയ്ക്കാൻ സമയത്ത് കല്ലുപ്പ് ഇട്ടെ. ഇനിയിപ്പം അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഇനി ഇത് നമുക്ക് പെരട്ടാം. ലേശം മസാലയും കൂടി ഞാൻ ചേർക്കും. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്ത് മസാല ഞാൻ ചേർക്കണുള്ളൂ. കാരണം മറ്റ് ചിക്കനിന് ചേർക്കണ പോലെയുള്ള മസാല ചേർക്കണ്ട. ഇതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കാന്താരി മുളകൊക്കെയാണ്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർക്കണം. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാം. ഇനി തൈര് എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ സോഫ്റ്റ് ആവാനും പുളി കിട്ടാനുമാണ് കേട്ടോ. ഞാൻ നേരത്തെ 1 ടീസ്പൂൺ കല്ലുപ്പാണ് അരയ്ക്കാൻ സമയത്ത് ഇട്ടത്. ഇതിപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ പൊടിയുപ്പും കൂടി ചേർക്കണം. കല്ലുപ്പാണ് കേട്ടോ ഭക്ഷണത്തിൽ എപ്പോഴും നല്ലത്. ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കോഴിനെയൊക്കെ തേച്ച് പിടിപ്പിക്കണം. കോഴിയുടെ ആ എല്ലാ ഉള്ളിലും പുറത്തൊക്കെ ശരിക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് 5 മണിക്കൂർ നമുക്ക് മാരിനേഷന് വേണ്ടി വെക്കാം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. എന്നിട്ട് ഗ്രില്ല് ചെയ്യണേക്കായ 3 മണിക്കൂർ മുമ്പ് ഇത് ഞാൻ പുറത്തേക്ക് ഇറക്കി വയ്ക്കും. ആദ്യം നമുക്ക് ഗ്രില്ല് വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇറച്ചി പറക്കി വയ്ക്കാം. നമ്മുടെ ഗ്രില്ല് ചൂടായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും ആളിക്കത്തരുത്, തീ ഇങ്ങനെ മതി. ആളി ആ കത്തി ആ ഒരു ജ്വാല പുറത്തേക്ക് വന്നത് ശരിയല്ല. ഇതിൻ്റെ ഗ്രേവി നമുക്ക് കളയണ്ട. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചിടണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേവി കറക്കാൻ സാധ്യതയുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രേവി ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ചിക്കനൊന്ന് മോയിസ്റ്റായിട്ടിരിക്കുള്ളൂ.
അപ്പം നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത്രയും സ്പൈസിയായി ചിക്കൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ കപ്പ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കപ്പ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ 2 ഡിപ്പായ റെഡ് ഡിപ്പിൻ്റെയും ഗ്രീൻ ഡിപ്പിൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഈ വീക്കെൻഡിൽ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ.